നന്ദകുമാർ നമ്മോടൊപ്പം അതിഥിയായി ചെയ്യുന്നുണ്ട്. സ്വാഗതം സുനിൽ, ന്യൂസ് 18ന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമസ്തേ. അതും തന്നെ അഭിനന്ദനം. മനോഹരമായ ഒരു ഗാനമാണ്. ആലപ്പുഴയുടെ ഏതാണ്ട് എല്ലാ സ്പന്ദനങ്ങളും സുനിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്താണ് റെസ്പോൺസ് ഈ ആൽബം ഇറങ്ങിയതിനു ശേഷം? ആൽബം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പാട്ടിൽ ഉൾക്കൊള്ളിക്കാവുന്നതല്ല ആലപ്പുഴ. പക്ഷെ ആലപ്പുഴയുടെ ഏറ്റവും പ്രധാന കാർഷിക വൈവിധ്യങ്ങളും അല്ലെ മത്സ്യസമ്പത്തും ഈ പറഞ്ഞ കടൽപ്പാലവും അതുപോലെ നെല്ലിൻ പാടങ്ങളും എല്ലാം കുറച്ച് ഉൾക്കൊള്ളിച്ച് ഒരു പാട്ടാക്കി മാറ്റിയതാണ്. അപ്പോ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അല്ല, അത് തന്നെയായിരുന്നു ഒരു വലിയ വെല്ലുവിളി അല്ലെ? ആലപ്പുഴയെ ഉൾക്കൊള്ളിക്കുക ഒരു 5 മിനിറ്റിലെ സോങ്ങിൽ എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി. അത് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആലപ്പുഴയെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാനോ ആലപ്പുഴയിലെ പ്രസിദ്ധരായ ആൾക്കാര് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഉത്സവങ്ങള്, പള്ളികള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു പാട്ടിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഇതിനു മുൻപും സംഗീതവും രചനയും ഒക്കെ ആലാപനമൊക്കെ നടത്തിയുള്ള ആരാണ് സുനിൽ. അപ്പൊ ഈ ആലപ്പുഴയെ കുറിച്ച്, സ്വന്തം ജില്ലയെ കുറിച്ച് ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നുള്ള ചിന്തയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ കൂടുതലും ആൽബം സോങ്ങുകൾ ചെയ്തിട്ടുള്ളതും പിന്നെ എന്താ പറയാ ദേവീ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഭക്തിഗാനങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തവണ ഓണത്തിന് എല്ലാവരും ഓണപ്പാട്ടുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ എന്റെ നാടിനെ കുറിച്ച് ഒരു പാട്ട് എഴുതാം, അങ്ങനെ ചെയ്യാമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടായത് ശരിക്കും. അപ്പോൾ അതിന്റെ കൂടെ ഒപ്പം കുറെ ആളുകൾ കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഇതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സഹായങ്ങൾ പല മേഖലകളിൽ നിന്ന് വേണം. കാരണം വലിയൊരു വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ പാട്ട് ചെയ്യുന്നത് പോലെയോ ഒരു ഓണപ്പാട്ട് ചെയ്യുന്നത് പോലെ അല്ല. കുറച്ചുകൂടി റിസർച്ചും മറ്റു കാര്യങ്ങളും അതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ എന്താണ് മനോഹരമായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. വള്ളത്തിലിരുന്നുള്ള സീൻസും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അതെ അതിന്റെ ഒരു സഹായം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഒരു ഇതിനു വേണ്ട ചെലവും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ എന്റെ കൂടെ നിന്ന് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ പാട്ടില് കൂടെ വന്നേക്കുന്നവര്. പക്ഷെ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. ഓർക്കസ്ട്രേഷൻ ചെയ്തെന്ന് വേണു അഞ്ചൽ, പിന്നെ സ്റ്റുഡിയോയിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്തെന്ന കണ്ണൻ രവീസ് സ്റ്റുഡിയോയിലെ, പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ സുജിത്ത് മാവേലിക്കര, അതിന്റെ എഡിറ്റിംഗ് ചെയ്ത ജയ് ഓണാട്ട്, അങ്ങനെ കുറെ പേരുകളുണ്ട്. പക്ഷെ എല്ലാവരുടെയും പേരുകൾ പറയാൻ ഉള്ള അവസരം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു. പക്ഷെ ഈ നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ ആൽബത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. കുറെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെയും കുറച്ച് പരാതികൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. അയ്യോ, ഞങ്ങളെ ഉൾക്കൊള്ളിച്ചില്ല, ഞങ്ങളുടെ ഭാഗം ഉൾക്കൊള്ളിച്ചില്ല, അങ്ങനെയൊക്കെ കുറെ പരാതികൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇതാണ്: നമുക്കൊരു 4-5 മിനിറ്റ് വരുന്ന പാട്ടിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാനോ ഒന്നും കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. ഒരു പാട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതൊരു ഡോക്യുമെന്ററി പോലെയോ അങ്ങനെ വേറെ എന്തെങ്കിലോ ആയിപ്പോവും. അപ്പോൾ ശരി, എല്ലാവിധ ആശംസകളും ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾക്കും ഈ ആലപ്പുഴ സോങ്ങിനും. നമുക്ക് ഒരിക്കൽ കൂടി ആ സോങ് ഒന്ന് കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ.